പറഞ്ഞു. ഹായ് പറ. ഹായ് പറ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതെന്താണെന്ന് വന്നിട്ട് പറയാവേ. ഇതിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഒന്ന് കടയിൽ പോയിട്ട് വരട്ടോ. ഞായറാഴ്ച അല്ലേ, അപ്പോൾ ഇന്ന് പെട്ടെന്ന് 12 മണിയാകുമ്പോഴേക്കും കട അടച്ച് പോകും. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടിയും പൂവമ്പഴം വെച്ചിട്ടൊരു പായസമാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി പൊട്ടിച്ചൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഞാനതിനായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പാൽ എടുക്കുന്നുണ്ട്, പിന്നെ 4 പൂവമ്പഴം എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ശർക്കര കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി എടുക്കുവാണ്. കുറച്ച് മധുരം ഇട്ടാൽ മതി, കാരണം ഈ അമൃതം പൊടിക്ക് ഒരുവിധം മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 4 പൂവമ്പഴം അരിഞ്ഞ് തേങ്ങാപ്പാലിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു 2 വലിയ സ്പൂൺ അമൃതം പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പഴം തേങ്ങാപ്പാലിൽ കിടന്ന് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവാണ്. ഒരുപാടില്ല കേട്ടോ, ഒരു 1/4 കിലോ ശർക്കര ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്യും തേങ്ങാപ്പാലും ശർക്കരപ്പാനി എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. പഴം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന അമൃതം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ അമൃതം പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കുറുകിപ്പോയി, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഫൈനലായിട്ട് തേങ്ങയുടെ 1/4 പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്ത് പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കയും കൂടി പൊടിച്ചിടണമായിരുന്നു, പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഏലക്കയുടെ ചുവ അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അത് ഫൈനലി നമ്മുടെ കുറച്ച് നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി നെയ്യിൽ വറുത്ത് ചേർക്കുവാണ്. അപ്പോൾ ഈ പായസം എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് അമൃതം പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, പക്ഷേ പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.